മരിച്ചു എന്ന് മനുഷ്യൻ വിധിയെഴുതിയ സാഹചര്യങ്ങളിൽ നിന്നും ഇന്നൊരു വിടുതലുണ്ടാകുവാൻ പോകുന്നു. ചില ചത്ത അവസ്ഥകൾക്ക് മാറ്റം സംഭവിക്കുകയാണ്. ഇനി ഒരിക്കലും പുറം ലോകം കാണുവാൻ കഴിയില്ലല്ലോ എന്ന് ദുഃഖത്തോടെ ആയിരിക്കുന്നവർക്ക് ഇന്നൊരു ഉയർപ്പുണ്ടാവുകയാണ്. യേശു നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു പ്രമാണിയായ ആൾ വന്ന് യേശുവിനെ നമസ്കരിക്കുകയാണ്. തനിക്ക് മനസ്സിലായി ഇനി യേശുവിന് മാത്രമേ തൻ്റെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ കഴിയൂ. യേശുവിൻ്റെ കാൽക്കൽ വീണെങ്കിലും ഒരു മോചനം പ്രാപിക്കണം എന്ന ലക്ഷ്യവുമായി താൻ യേശുവിനെ കുമ്പിട്ടു. പലരും ഇതുപോലെയാണ്. ആരോഗ്യവും സുഖവും സന്തോഷവും ഒക്കെ ഉള്ളപ്പോൾ യേശുവിനെ വേണ്ട. യേശുവിനെക്കുറിച്ച് അറിയാവുന്നവർ ആയാലും ശരി, തങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് ഒരിക്കൽ യേശുവിൻ്റെ പാദത്തിൽ വീഴേണ്ടി വരുമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഈ പ്രമാണിയും. തൻ്റെ മകൾ മരിച്ചുപോയി, പക്ഷേ യേശു അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു. എത്ര കഠിന ശോധനകൾ ജീവിതത്തിൽ നേരിട്ടാലും മരണതുല്യമായ സാഹചര്യമായാലും യേശുവിൽ ആശ്രയിപ്പാൻ ആരാണോ തയ്യാറാവുന്നത് അവർ വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. യേശു തൊട്ടാൽ വിടുതൽ ലഭിക്കുമെന്നുള്ള വിശ്വാസം ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ അത്ഭുതം കാണും. ഇവിടെ ഈ പ്രമാണിയും വിശ്വസിച്ചത് യേശു തൊട്ടാൽ തൻ്റെ മകൾ ജീവിക്കുമെന്നാണ്. തനിക്ക് ഈ അവസ്ഥ വന്നുവല്ലോ എന്ന് പറഞ്ഞ് പരിതപിക്കുകയല്ല ചെയ്തത്. തൻ്റെ പ്രതീക്ഷ യേശുവിൽ അർപ്പിക്കുകയാണ് ചെയ്തത്. യേശുവിന് കാര്യം മനസ്സിലായ ഉടൻ അയാളുടെ പിന്നാലെ പോയി. നമ്മുടെ കർത്താവ് കരുണാമയൻ തന്നെയാണ്. കർത്താവ് അവൻ്റെ ഭൂതകാലവും സാഹചര്യങ്ങളും ഒന്നും വിവേചിക്കുവാൻ നിന്നില്ല. ഒരു പിതാവിൻ്റെ വേദന മനസ്സിലാക്കിയ കർത്താവ് ഒന്നും ചിന്തിക്കാതെ തന്നെ ഇറങ്ങി തിരിച്ചു. അന്നത്തെ ആചാരപ്രകാരം മരണം നടക്കുമ്പോൾ വിലാപക്കാരും കുഴലൂത്തുകാരും ബഹളം വയ്ക്കുക പതിവായിരുന്നു. അതായത് മനുഷ്യരുടെ കണ്ണിൽ ആ പെൺകുട്ടിയുടെ കഥ കഴിഞ്ഞിരുന്നു. എന്നാൽ യേശു പറഞ്ഞത് അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണെന്നാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മരണമെന്നത് ഒരു താൽക്കാലിക ഉറക്കം മാത്രമാണ്. അതിനെ അതിജീവിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. പരിഹസിക്കുവാൻ ചുറ്റും പലരും ഉണ്ടായിരുന്നിട്ടും യേശു അവരുടെ അവിശ്വാസത്തെ കൂട്ടാക്കിയില്ല. അകത്ത് ചെന്ന് പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച ഉടൻ തന്നെ അവൾ ജീവനോടെ ചാടി എഴുന്നേറ്റു. പ്രിയമുള്ളവരെ, യേശുവിനെ അനുഗമിക്കുവാനും യേശുവിലൂടെയുള്ള വിടുതലുകൾ പ്രാപിക്കാനും ഇറങ്ങിത്തിരിക്കുന്നവരെ പലരും നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. അതൊന്നും വകവയ്ക്കാതെ ആരാണോ മുന്നേറുവാൻ തയ്യാറാകുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം തന്നെ നടക്കും. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഇനി മരണം മാത്രമാണ് ബാക്കി, വേറെ ഒരു ചികിത്സയും ഇനി ചെയ്യുവാനില്ല എന്ന് ലോകം പറയുമായിരിക്കും. മെഡിക്കൽ സയൻസ് കൈവിട്ട അവസ്ഥയിലാണ് നിങ്ങളായിരിക്കുന്നതെങ്കിൽ യേശുവിനെ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. ഒരു പുതിയ ജീവിതം നൽകുവാൻ കഴിവുള്ളവൻ യേശു മാത്രമാണ്. കാരണം കർത്താവായ ക്രിസ്തുയേശു നാം ജീവിക്കുവാൻ വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ ജയിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരാൾക്ക് മാത്രമേ മരിച്ചവരെ ഉയർപ്പിക്കുവാനുള്ള ശക്തിയുള്ളൂ. ആ ശക്തി ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങൾക്കും നിശ്ചയമായും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്.